ലോകത്തിലെ പല ക്ഷേത്രങ്ങളും അജ്ഞാതർ ആക്രമിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു. ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്? കാരണം ഇപ്പോൾ അടുത്തതായിട്ട് US ഇത്തരത്തിലുള്ള ക്ഷേത്രം അജ്ഞാതർ ആക്രമിച്ചു എന്നുള്ള വാർത്തയും വരുന്നു. എന്താണ് പിന്നിലെ ലക്ഷ്യം? തീർച്ചയായിട്ടും ഈ ഇന്ത്യക്ക് പുറത്ത് പല വിദേശ രാജ്യങ്ങളിലും ക്ഷേത്രങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം, ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ ക്ഷേത്രങ്ങൾ തകർക്കുന്നത് നിത്യസംഭവങ്ങളാണ്. പക്ഷേ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ, ഇപ്പം അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ പുതിയ ക്ഷേത്രങ്ങൾ ഉയർന്നു വരികയാണ്. നമുക്കറിയാം, ദുബായിലും മറ്റുമൊക്കെ പുതിയ ക്ഷേത്രം നിർമ്മിച്ചതും അതിൻ്റെ അത് ഭക്തർക്കായിട്ട് തുറന്നു കൊടുത്തതും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ അമേരിക്കയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ആ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ ക്ഷേത്രങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ വിലയിരുത്താൻ. ഈ നമ്മുടെ അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ക്ഷേത്രത്തിന് നേരെ അതിരൂക്ഷമായ വെടിവയ്പ് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 2 ഡസൻ വെടിയുണ്ടകൾ അവിടെ പതിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിലും മറ്റും വെടിയുണ്ട ഏറ്റ പാടുകളുണ്ട്. ഇത് സാൻ ഫ്രാൻസിസ്കോയിലെ ശ്രീ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രം, അത് ഇസ്കോണിൻ്റെയാണ്, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ക്ഷേത്രമാണ്. നമുക്കറിയാം, ഈ അമേരിക്കയിലും റഷ്യയിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ന് ഹരേ കൃഷ്ണ പ്രസ്ഥാനം വലിയ മുന്നേറ്റത്തിലാണ്. അവർ വലിയ തോതിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്നു, അവരെ കൃഷ്ണഭക്തിയിലേക്ക് എത്തിക്കുന്നു, കൃഷ്ണ മാർഗം പിന്തുടരാൻ അവരെ പ്രേരിപ്പിക്കുന്നു. തികച്ചും സനാതനധർമ്മത്തിൻ്റെ, ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒരു ചട്ടക്കൂടിൽ അവർ ജീവിക്കാൻ ആരംഭിക്കുന്നു. അവർ ആ സനാതനധർമ്മ മൂല്യങ്ങൾ സ്വജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ അവർ തയ്യാറാകുന്നു, അവരെ അതിന് പരിശീലിപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മൾ കുടുംബങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം, ഈ വിവാഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ മാന്യത, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച് അതിനെ വളർത്തി വലുതാക്കി സംസ്കാരമുള്ള ഒരു മനുഷ്യനാക്കി വളർത്താൻ വേണ്ടി സനാതനധർമ്മത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന നിരവധി പദ്ധതികളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ഷോഡശക്രിയകളൊക്കെ അതിൻ്റെ ഭാഗമാണ്. 16 സംസ്കാരക്രിയകളുണ്ട്. അതൊക്കെ ഈ ഇസ്കോൺ വഴി ലോകമെങ്ങും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇസ്കോണിന് വലിയ സ്വീകാര്യതയാണ്. കാരണം ഈ കൃഷ്ണൻ്റെ കഥകൾ, കൃഷ്ണൻ്റെ ജീവിതം, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീതയുടെ ഫിലോസഫി, തത്വശാസ്ത്രം, അതിന് പിന്നിലെ ദർശനം, അതിലടങ്ങിയിരിക്കുന്ന ദർശനം ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് മനുഷ്യൻ്റെ അസ്തിത്വം, എന്താണ് ഈ ലോകം എവിടെ നിന്നുണ്ടായി, കാണുന്ന നമ്മൾ അറിയുന്ന ഈ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ അനന്തമായിരിക്കുന്ന ആദിയും അന്തവും നമുക്ക് അറിഞ്ഞുകൂടാത്ത ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി, ഇതെവിടേക്കാണ് പോകുന്നത്, ഇതെന്ന് അവസാനിക്കും, എന്ന് ആരംഭിച്ചു, ഇങ്ങനെ മനുഷ്യന് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം, അവർക്ക് ഈ അന്വേഷകന് സംതൃപ്തിയേകുന്ന ഒരു ഉത്തരം കൊടുക്കാൻ ഈ സനാതനധർമ്മത്തിലെ തത്വശാസ്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ അതിലെ ദർശനത്തിന് കഴിയുന്നുണ്ട്. ആ കഴിവാണ് ഹരേ കൃഷ്ണ പോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഇസ്കോണിൻ്റെ വളർച്ചയ്ക്ക് ആധാരം. ആ ഇസ്കോണിലേക്ക് കൂട്ടം കൂട്ടമായിട്ടാണ് ചെറുപ്പക്കാർ ഒഴുകി വരുന്നത്. അവർ ഈ ഇസ്കോണിൻ്റെ ആശയങ്ങൾ ഏറ്റുവാങ്ങുന്നു, അതിൻ്റെ ആദർശം സ്വജീവിതത്തിൽ പകർത്തുന്നു. തൻ്റെ ജീവിതവും കൃഷ്ണന് സമർപ്പിച്ച്, ശ്രീകൃഷ്ണന് സമർപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പല യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും റഷ്യയിലും, എന്തിനു പറയുന്നു, റഷ്യയിൽ പോലും ഇസ്കോണിന് ഇന്ന് വലിയ സ്വാധീനമുണ്ട്. ഇത് പലരെയും വലിയൊരു തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഇന്ത്യയെ മതം മാറ്റാൻ നടക്കുന്ന ഈ പറയുന്ന അമേരിക്കയിലെ മിഷണറികൾ, ഈ മിഷണറിമാർക്ക് ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അവിടെ വിദേശ രാജ്യങ്ങളിൽ വളരെ ശക്തമായിട്ട് ഹിന്ദു മതം അല്ലെങ്കിൽ സനാതന ധർമ്മം വളരുന്നു, വേരോടുന്നു എന്നുള്ളത് ഖാലിസ്ഥാൻവാദികൾക്ക് വലിയ വിഷയമാണ്. അപ്പം നമുക്കറിയാം, ട്രംപ് തന്നെ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ട്രംപ് അവിടെ ഹിന്ദുക്കളുടെ കൂട്ടായ്മയെ അഭിസംബോധന ചെയ്തു. ഹിന്ദു മതത്തെക്കുറിച്ച് വലിയ വാചാലനായി. ഹിന്ദുക്കളുടെ വോട്ട് തനിക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ട്രംപ് അവിടെ വെളിപ്പെടുത്തി. വലിയ തോതിൽ ഇന്ത്യയെയും ഇന്ത്യയുടെ പാരമ്പര്യത്തെയും ഹിന്ദുത്വത്തെയും ഒക്കെ ട്രംപ് അഭിനന്ദിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ശരിക്കും ഹിന്ദുത്വം ഒരു വലിയ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ഇന്ന് ലോകത്ത്. അപ്പോൾ അത് ഈ പറയുന്നത് പോലെ മിഷണറിമാരെയും ഖാലിസ്ഥാൻവാദികളെയും
ഒപ്പം തന്നെ ഇസ്ലാമിക ഭീകര സംഘടനകളെയും അത് വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്, അവർ ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ തങ്ങളുടെ ആശയങ്ങൾക്ക്, തങ്ങളുടെ ആദർശത്തിന്, തങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ മതപരമായ ചട്ടക്കൂടുകൾക്കൊക്കെ ഇത് വലിയ ആഘാതമേൽപ്പിക്കും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇക്കൂട്ടർ ഇതിനെതിരെ ശക്തമായ പ്രചാരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ആയിട്ട് രംഗത്തുണ്ട്. പലയിടത്തും ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ ഇത്തരക്കാരാണ് എന്നാണ് പൊതുവെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ സാൻ ഫ്രാൻസിസ്കോയിലെ ഈ സംഭവത്തിനെതിരെ നമ്മുടെ അവിടുത്തെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും വേഗത്തിൽ നടപടിയെടുക്കുകയും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിൽ, ഈ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രത്തിൽ, അത് വളരെ പേരുകേട്ടൊരു ക്ഷേത്രമാണ്. അവിടുത്തെ ഹോളി ആഘോഷം വളരെ പ്രസിദ്ധമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ ആക്രമണം നടക്കുമ്പോൾ അവിടെ അനേകം ഭക്തരുണ്ടായിരുന്നു, പൂജാരിമാരുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ പൂജ നടക്കുന്ന സമയമായിരുന്നു. ഏതാണ്ട് രാത്രിയാണ് ഈ ആക്രമണം നടന്നതെന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിന് കാര്യമായ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും ആർക്കും ഈ വെടിയേറ്റില്ല. ആർക്കെങ്കിലുമൊക്കെ വെടിയേറ്റിരുന്നെങ്കിൽ മരണം സംഭവിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാർ കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇത്രയും വികസിത രാജ്യം, സുരക്ഷിത രാജ്യം എന്നൊക്കെ നമ്മൾ US-നെ എപ്പോഴും വാഴ്ത്തിപ്പാടുമ്പോഴും ഇത്തരത്തിലുള്ള തീവ്രവാദികൾ അവിടെ ഉണ്ട്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെ പറയുന്നത് അതിശയമാണ്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇതൊരു വംശീയ ആക്രമണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മിഷണറിമാരിലേക്കും ഖാലിസ്ഥാൻവാദികളിലേക്കും ഒക്കെ ചെല്ലുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ അമേരിക്കയിൽ ന്യൂയോർക്കിൽ മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലി വലിയ കോലാഹലം നടക്കുകയാണ്. അവിടെ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന ഒരു ശരിക്കും അദ്ദേഹം ഇന്ത്യൻ വംശജനാണെന്ന് പറയുന്നു. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആൾ മേയറായിട്ട് വരാൻ അവിടെ താല്പര്യപ്പെടുന്നത്. അത് ഭാവിയിൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഒരു മുസ്ലിം വരും എന്നതിൻ്റെ സൂചനയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് അതുകൊണ്ട് തന്നെ ഈ മമദാനിയുടെ വരവിനെ നഖശിഖാന്തം എതിർക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു നീക്കം, അതായത് ഈ മമദാനിയെ കൊണ്ടുവരാനുള്ള നീക്കം, ആ നീക്കത്തിൽ നിന്ന് പാർട്ടി, അദ്ദേഹം ഡെമോക്രാറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമേരിക്കൻ പൗരത്വം തന്നെ അതെ, ട്രംപ് വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിനെ നാട് കടത്തണം, അനധികൃത കുടിയേറ്റമാണ് എന്നൊക്കെ പറഞ്ഞാണ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വംശീയമായ ഒരു വലിയ വിദ്വേഷം, വംശീയമായ ഭിന്നിപ്പ് ഒക്കെ അമേരിക്കയിൽ ഇന്ന് വലിയ രീതിയിൽ, ഇതിനൊക്കെ വഴിയൊരുക്കിയത് ട്രംപിന്റെ ഭരണകൂടം അല്ല, ട്രംപ് വരുന്നതിന് എത്രയോ വർഷം മുമ്പാണല്ലോ അവിടെ നമ്മുടെ ഈ ടവറുകൾ ആക്രമിക്കപ്പെട്ടത്, ലോക വ്യാപാര കേന്ദ്രം ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ ട്രംപല്ല കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഇപ്പൊ അസിമുനീർ ഉൾപ്പെടെയുള്ളവർക്ക് വിരുന്ന് സൽക്കാരം നൽകുന്ന സന്ദർഭങ്ങളിൽ ഇതൊക്കെ അല്ല, അത് തീർച്ചയായിട്ടും അത് ട്രംപിന്റെ ഇപ്പോഴത്തെ നയമാണ്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്ക ഈ പറഞ്ഞതുപോലെ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുകയും കുടിയേറ്റക്കാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമാണ് ഇന്ന് അമേരിക്കയും യൂറോപ്പും അനുഭവിക്കുന്നത്. എന്തായാലും ഈ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണത്തെ നിസ്സാരമായിട്ട് കരുതാനാവില്ല. നേരത്തെയും അവിടെ പല ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെട്ടിരുന്നു. കാനഡയിൽ ആക്രമിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, യൂറോപ്പിലെ ബ്രിട്ടനിലടക്കം പല രാജ്യങ്ങളിലും ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നു. ഈ ആക്രമണം സനാതനധർമ്മത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്. ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. പറയുന്നത് പോലെ ഇസ്ലാമിക ഭീകരരാകട്ടെ, ഖാലിസ്ഥാൻ ഭീകരരാകട്ടെ, അല്ലെങ്കിൽ ഈ മിഷണറിമാരാകട്ടെ, അവരുടെ ശ്രമം എന്ന് പറയുന്നത് ഈ സനാതനധർമ്മത്തിൻ്റെ, ഹിന്ദുത്വത്തിൻ്റെ ലോകം മുഴുവനുമുള്ളൊരു ബ്രാൻഡിങ് അത് ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ അതിനെ തകർക്കാനാണ് അവർ നീങ്ങുന്നത്. അത് എത്ര കണ്ട് വിജയിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാനാകില്ല. തീർച്ചയായിട്ടും സനാതനധർമ്മം സ്വയം പ്രകാശിക്കുന്ന ഒരു രത്നമാണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രകാശത്തെ കെടുത്താൻ ആർക്കും സാധ്യമല്ല. അതിങ്ങനെ നിരന്തരം അത് പ്രകാശിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ, ഇസ്കോണിൻ്റെ ക്ഷേത്രത്തിന് നേരെ വെടിവയ്പ് ഉണ്ടായിരിക്കുന്നത് ഒരു നിസ്സാര കാര്യമായിട്ട് തള്ളിക്കളയാനാകില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.